പ്രാരാബ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരു കഷ്ടപ്പാടായിട്ടാണ്. ഓ ജീവിതത്തെ പ്രാരാബ്ധം സഹിക്കാൻ വയ്യ, ഭയങ്കര പ്രാരാബ്ധമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലയബിലിറ്റി, ഒരു ബാധ്യത ഇതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം പ്രാരാബ്ധം, ഭയങ്കര പ്രാരാബ്ധം. എന്താ പ്രാരാബ്ധം? മകളുണ്ട്, അല്ല ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അതാണ് പ്രാരാബ്ധം. ഈ ഭാര്യയും കുട്ടികളും ഒരു പ്രാരാബ്ധമാണ്. അതായത് വേർന്നുണ്ട്, ഇതിങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കേണ്ട ഒരു ബാധ്യതയാണ്. ജീവിതത്തിൽ ജനിക്കുമ്പം തൊട്ട് അവസാനം വരെ നമുക്ക് പ്രാരാബ്ധമാണ്. പ്രാരാബ്ധം നമ്മുടെ സോഫ്റ്റ്വെയറാണ്. തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. കാരണം വേറുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ പ്രാരാബ്ധത്തിന് വേണ്ടിയാത്രേ. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പ്രാരാബ്ധമാണ്. കാരണം ഇവരെ മുഴുവൻ കൊണ്ടു നടക്കേണ്ട ചുമതല എനിക്കുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതാണ് എന്നെ മുമ്പോട്ട് കൊണ്ടു കിടക്കുന്ന ഒരു ബാധ്യത. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇത്തരം ചിന്തകളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലയബിലിറ്റി എന്നുള്ള സാധനം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നൽ വരുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ടാവുക എന്നുള്ള സത്യം. പക്ഷേ ഇതിനെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുക? എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്കൊരു സന്തോഷമല്ല, അതൊരു ഗതികേടാണ്. ഗതികേടാണെങ്കിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? നിങ്ങളില്ലാതെയായി എന്ന് വെച്ച് അവർ ജീവിക്കാതിരിക്കും എന്നൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യം ഈ ലോകത്തില്ല. നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതത്തിൽ നിങ്ങൾ പൊക്കോളൂ, അവർ ജീവിച്ചോളും. ഇവിടെ എന്തുമാത്രം ആളുകൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് അതിനുശേഷം വന്ന് ആരും ജീവിക്കാണ്ടിരുന്നിട്ടില്ല. നമ്മൾ ഇതിനകത്ത് എന്തുമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഘടകമാണ്. പ്രാരാബ്ധം എന്നുള്ള സംഭവത്തെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന ഒരു ഘടകത്തിലേക്ക് ആലോചിച്ചാൽ, കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായി, നമുക്ക് നല്ലൊരു കുടുംബമുണ്ടായി, നമുക്ക് കുട്ടികളുണ്ട്, എനിക്ക് നല്ല അച്ഛനും അമ്മയുണ്ട്, എനിക്ക് ഏട്ടനിയന്മാരുണ്ട്, ഇവരെല്ലാം എൻ്റെ കൂടെ വേണം. അവർക്ക് എന്തൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് നല്ല വാഹനം എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റണം, എൻ്റെ കുട്ടികളെ എനിക്ക് ടൂറ് കൊണ്ടുപോകാൻ കഴിയണം, അവർക്ക് എനിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നതെല്ലാം എൻ്റെ പ്രാരാബ്ധമല്ല, എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ മോഹങ്ങളാണ്. എൻ്റെ മോഹത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കുമ്പോൾ ആ ഓരോ സമയം ഞാൻ ചെയ്ത സാധനം കൊണ്ട് കിട്ടുന്ന നേട്ടം എനിക്ക് എന്നോടുള്ള എൻ്റെ അംഗീകാരമാണ്, എൻ്റെ സെൽഫ് കോൺഫിഡൻസാണ്. മോശമില്ല, ഞാൻ മോശമില്ലാത്ത ഒരാളാണ്, ഞാനിത് ചെയ്തു, ഞാൻ വിചാരിച്ചതാണ് അവനെ എങ്ങനെയെങ്കിലും MBBS ആക്കണം, അവനെ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് മേടിപ്പിക്കണം, അവന് നല്ലൊരു ജോലി വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് നല്ല വീട് വയ്ക്കണമായിരുന്നു, അത് ഞാൻ നേടി എന്നൊക്കെ എന്നോട് തന്നെ തോന്നുന്ന ഒരു സംഭവം. അതിനെ ഞാൻ എങ്ങനെയാണ് പ്രാരാബ്ധം എന്നുള്ള വാക്കി പറയുക?